ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ വിഴിഞ്ഞം കരാറിനെ പുകഴ്ത്തുന്ന കോൺഗ്രസ് നേതാക്കൾ അന്നത്തെ KPCC പ്രസിഡന്റ് VM സുധീരന്റെ വാക്കുകൾ കേൾക്കുന്നത് നന്നാകും. മാത്രമല്ല കരാറ് സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമാണെന്ന് CAGയും കണ്ടെത്തിയിരുന്നു. പോയി പറയണ്ടേ, നിങ്ങൾക്ക് ഒരു കാര്യമില്ല, അത് ഞങ്ങളുടെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് പോലും രാഷ്ട്രീയ അനുമതി നൽകാത്ത കരാർ. അതാണ് VD സതീശൻ ഇപ്പോൾ പുകഴ്ത്തുന്ന അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അദാനിയും ചേർന്ന് ഒപ്പുവച്ച വിഴിഞ്ഞം കരാർ. ഉമ്മൻചാണ്ടിയുടെ കരാർ കടൽക്കൊള്ളയാണെന്ന് ആദ്യം പ്രതിപക്ഷം മാത്രമല്ല പറഞ്ഞത്. അന്നത്തെ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വീണ്ടും കേൾക്കുന്നത് നന്നാകും. അന്ന് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം. ജനങ്ങളുടെ താല്പര്യം, പബ്ലിക് ഇൻട്രസ്റ്റ്, സ്റ്റേറ്റ് താല്പര്യം പൂർണ്ണമായി പരീക്ഷിക്കപ്പെടണം. അതുകൊണ്ട് വിശദമായ ചർച്ച നടത്തിയിട്ടേ തീരുമാനമെടുക്കാവൂ. ഹൈക്കമാൻഡിന്റെ ആ നിർദ്ദേശത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് പിറ്റേ ദിവസം നമ്മൾ കാണുന്നത്, ഞങ്ങളൊക്കെ അരുവിക്കരയിൽ ശ്രീ ശബരിനാഥന്റെ നോമിനേഷൻ കൊടുക്കാൻ കളക്ടറേറ്റിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്തു വരുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുകയാണ്, വിഴിഞ്ഞം തീരുമാനമെടുത്തല്ലോ, എന്താണ് പ്രതികരണം? AICC നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങളെപ്പോലും അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് നീങ്ങുന്നത് എന്നെപ്പോലുള്ള ആളുകൾക്ക് അവിശ്വസനീയമായിരുന്നു. ഉമ്മൻചാണ്ടിയും അദാനിയുമായി ഉണ്ടാക്കിയ 40 വർഷത്തെ കരാർ സംസ്ഥാന താൽപര്യത്തിന് എതിരാണ് എന്നതാണ് 2017 CAG റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ആ കരാറ് അനുസരിച്ചാണെങ്കിൽ 2045 സംസ്ഥാനത്തിന് വരുമാനം ലഭിച്ചു തുടങ്ങുകയുള്ളൂ. എന്നാൽ പിണറായി സർക്കാർ ഈ കരാർ തിരുത്തി പകരം ഒരു സപ്ലിമെൻ്ററി കരാർ ഉണ്ടാക്കി. ഇതനുസരിച്ച് 2028 മുതൽ സംസ്ഥാനത്തിന് വരുമാനം ലഭിച്ചു തുടങ്ങും. ഇത് മറച്ചുവെച്ചാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വസ്തുതാവിരുദ്ധമായ പ്രചരണം. നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.